ഭവ അതിഥി ദേവോ ഭവ. എല്ലാവർക്കും നമസ്തേ. ഇപ്പോൾ കർക്കിടക മാസമാണ്. കർക്കിടക മാസത്തിന്റെ പ്രാധാന്യം ഞാൻ പറയാതെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം. പ്രകൃതി പോലും രാമമന്ത്രം ജപിക്കുന്ന കാലം. എന്നാൽ ഇന്നത്തെ സമൂഹത്തിലേക്ക് നോക്കുമ്പോൾ പലപ്പോഴും ഒരു സങ്കടം തോന്നാറുണ്ട്. കാരണം പല വീടുകളിലും ഇന്ന് രാമായണ പാരായണം കേൾക്കാനില്ല. നാം അടക്കമുള്ള കുട്ടികളും രക്ഷിതാക്കളുമെല്ലാം മൊബൈൽ സ്ക്രീനുകളിലാണ്. രാമായണം പോലെയുള്ള ആധ്യാത്മിക ഗ്രന്ഥങ്ങൾ വായിച്ചിട്ട് എന്ത് കിട്ടാനാണ് എന്ന് ചോദിക്കുന്ന ഒരു തലമുറ ഇന്ന് വളർന്നു വരുന്നുണ്ട്. അപ്പോൾ ഞാൻ വിശ്വസിക്കുന്നത് രാമായണത്തിൻ്റെ ആധ്യാത്മിക ആഴവും അതിൻ്റെ ജീവിത സന്ദേശങ്ങളും ഇന്നത്തെ തലമുറയ്ക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കാൻ നമുക്ക് കഴിയുന്നില്ല എന്നതാണ്. അപ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് രാമായണം പോലെയുള്ള ആധ്യാത്മിക ഗ്രന്ഥങ്ങൾ ഇത്രയും കാലം കഴിഞ്ഞ് ഇത്ര യുഗം കഴിഞ്ഞ് പാരായണം ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എന്താണ് പ്രയോജനം? നമ്മൾ ജീവിതത്തിൽ പ്രയോജനമില്ലാത്ത കാര്യത്തിന് വേണ്ടിയിട്ട് എന്തിനാണ് ഇത്രയും സമയം കളയുന്നത്? നമ്മളെല്ലാം പഠനത്തിൽ മിടുക്കന്മാരാ. പഠനത്തിൽ എന്ന് പറയാൻ പറ്റൂല, കുട്ടികളെല്ലാം പഠനത്തിൽ മിടുക്കന്മാരാ. കെമിസ്ട്രിയും ഫിസിക്സും മാത്സും എല്ലാം നമ്മൾ സ്കൂളുകളിൽ പോയിട്ട് പഠിക്കുന്നുണ്ട്. അതിലെല്ലാം നമ്മൾ സർട്ടിഫിക്കറ്റുകളും ഒക്കെ വാങ്ങിക്കൂട്ടുന്നുണ്ട്. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമുണ്ട്, ജീവിതത്തിൽ എന്തെങ്കിലും പ്രതിസന്ധികളോ അല്ലെങ്കിൽ പ്രശ്നങ്ങളോ വരുമ്പോൾ നമ്മൾ വാങ്ങിക്കൂട്ടിയ സർട്ടിഫിക്കറ്റുകളോ അല്ലെങ്കിൽ മാത്സിലെ സമവാക്യങ്ങളോ കെമിസ്ട്രിയിലെ പീരിയോഡിക് ടേബിളോ കൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടാകാറുണ്ടോ? നമ്മൾ ചിന്തിക്കേണ്ട കാര്യം അത്. ഇങ്ങനെയുള്ള സമയങ്ങളിലാണ്, ഇങ്ങനെ ജീവിത പ്രതിസന്ധികൾ വരുന്ന സമയങ്ങളിലാണ് ഇങ്ങനെയുള്ള ഭഗവത്ഗീതയും രാമായണവും പോലെയുള്ള ആധ്യാത്മിക ഗ്രന്ഥങ്ങൾ പ്രസക്തമാകുന്നത്.